ഗൈസ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹോം മെയ്ഡ് സർവർ എങ്ങനെ ഉണ്ടാക്കുന്നത് മീൻസ് ലോ ആയിട്ട് ബേസ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇട്ടൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. സോ ഇപ്പോൾ ലോങ് വീഡിയോ ഉണ്ടാക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഹോം സെർവർ മീൻസ് നിങ്ങളുടെ ലോ എൻ്റെ പി സി ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പഴയ പി സി പൊടി പിടിച്ച് കിടക്കണമെങ്കിൽ അവനൊരു സെർവർ ആക്കി എടുക്കാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. മീൻസ് ഹോം സെർവർ നമ്മുടെ ഓഡിയോസ്, വീഡിയോ, പിക്ചേഴ്സ്, പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് നമ്മുടെ സെയിം നെറ്റ്വർക്കിലിരുന്നുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺസ്, പി സി, പിന്നെ നമ്മുടെ ഇൻക്ലൂഡിങ് ആൻഡ്രോയിഡ് ടി വിയിൽ വരെ നിങ്ങൾക്ക് ആ കണ്ടന്റിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോഴും ഈ ഒരു വീഡിയോയിലും നമ്മൾ ഉപയോഗിക്കാൻ പോണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ മീഡിയ വോൾട്ട് തന്നെയാണ്. ഞാൻ ഷോർട്സിൽ പറഞ്ഞ അതേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ഇതും ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ബട്ട് ആകെ ഒരു ഡിഫറൻസ് ഉള്ളത് മീൻസ് ഞാൻ ഡയറക്റ്റ്ലി നമ്മുടെ ഓപ്പൺ മീഡിയ വോൾട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ഹാർഡ് ഡിസ്കിലേക്കാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു 16 GB പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ 32 GB പെൻ ഡ്രൈവിലോ കയറ്റാൻ പറ്റും. മീൻസ് എബോവ് 16 GB ഉള്ള പെൻ ഡ്രൈവിൽ ഈ ഒരു ഓപ്പൺ സിസ്റ്റത്തിന് കയറ്റാൻ നോക്കാം, നിങ്ങൾ ട്രൈ ചെയ്യാം. ദെൻ നമ്മുടെ സ്റ്റോറേജിന് വേണ്ടി ഞാൻ അവിടെ എടുത്തത് ഒരു 500 GB ഹാർഡ് ഡിസ്ക്കാണ്. മീൻസ് 500 GB ഹാർഡ് ഡിസ്കിലേക്കാണ് ഞാൻ എൻ്റെ ഇമേജസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, സംഭവങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ഞാൻ അതിലേക്കാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ദെൻ എനിക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇപ്പോൾ പെൻ ഡ്രൈവ് ഉപയോഗിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻ ഡ്രൈവ് ഉപയോഗിക്കാം ഇൻ കേസ്. ബട്ട് എൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ഇരിക്കുന്നത് ഞാനൊരു പഴയ ഒരു Seagateൻ്റെ 8 GB ഹാർഡ് ഡിസ്ക്കാണ് ഇപ്പോൾ ഇതിൽ മൗണ്ട് ചെയ്തേക്കുന്നത്. ഗൈസ്, ഈ ഒരു കമ്പ്യൂട്ടറിനായിട്ട് ഞാൻ സെർവർ ആക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ഒരു 15-year-old കമ്പ്യൂട്ടറാണ്. പിന്നെ ഓൾവേസ് നമ്മുടെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തത് നമ്മുടെ കമ്പ്യൂട്ടറിന്. മീൻസ് വൈഫൈയിൽ നടക്കില്ല, നമ്മുടെ ഈതർനെറ്റ് കേബിൾ വെച്ചിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നതാണ് നമ്മുടെ ഓപ്പൺ മീഡിയ വോൾട്ടിൻ്റെ ബൂട്ടബിൾ പെൻ ഡ്രൈവ്. നമ്മുടെ റൂഫസ് വെച്ച് ഉണ്ടാകാമെന്നുള്ളത് വളരെ സിമ്പിളാണ്. പിന്നെ നമ്മുടെ ISO ഇമേജ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1 GB, അതിൻ്റെ മേലെ ഉണ്ടാവില്ല. ഞാൻ ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ബയോസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബൂട്ട് മെനു ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ എൻ്റെ പെൻ ഡ്രൈവ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. മീൻസ് എൻ്റെ പെൻ ഡ്രൈവ് സാൻഡിസ്കിൻ്റെയാണ്. സോ ഐ സെലക്ട്. നമ്മുടെ ഇൻസ്റ്റലേഷൻ വീഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ദെൻ ക്ലിക്ക് ഓൺ ഇൻസ്റ്റാൾ. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മുടെ പഴയ ലിനക്സ് ഉണ്ടല്ലോ, പഴയ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മീൻസ് നമ്മുടെ GUI ഇൻ്റർഫേസ് അല്ല ഇതിൽ വരുന്നത്, എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് അല്ല, ബേസിക് ലിനക്സിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. സോ ഇതൊക്കെ വെച്ച് നോക്കുന്നത് ലാംഗ്വേജ് ആണ്. നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്തു. ദെൻ നമ്മുടെ കൺട്രി, ദെൻ അമേരിക്കൻ ഇംഗ്ലീഷ്. ഗൈസ്, നിങ്ങൾ ഈ ഹോസ്റ്റ് നെയിം മാക്സിമം ചേഞ്ച് ചെയ്യാതിരിക്കുക. ഇത് ഓപ്പൺ മീഡിയ വോൾട്ട് തന്നെ ഇടാം. ദെൻ വെറുതെ കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ഡൊമൈൻ നെയിമും ചേഞ്ച് ചെയ്യാതിരിക്കുക, ഇൻറ്റേർണൽ തന്നെ ഇടാം. ദെൻ കണ്ടിന്യൂ. ഓക്കെ, ഇവിടെ നമ്മുടെ റൂട്ട് പാസ്വേഡ് ചോദിച്ചാണ്. ഇവിടെ നമ്മളൊരു ബേസിക് റൂട്ട് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സിംപിളി ജസ്റ്റ് കണ്ടിന്യൂ. നമ്മുടെ ആ കൊടുത്ത റൂട്ട് പാസ്വേഡ് ഒന്നും കൂടി ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. ഹാർഡ് ഡിസ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കാനാണ് ഇത് കൊടുത്തേക്കുന്നത്. നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഡ്രൈവ്സ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഹാർഡ് ഡിസ്കുകൾ ഇവിടെ ഒരു 4 GB അത് നമ്മുടെ പെൻ ഡ്രൈവ് ആണ്, അത് നോക്കണ്ട. പിന്നെ ഇവിടെ 500 GB ഒരു 80 GB ഹാർഡ് ഡിസ്ക് ഷോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 80 GB ഹാർഡ് ഡിസ്കിലേക്കാണ് സേവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്. ദെൻ ക്ലിക്ക് ഓൺ എൻ്റർ. നമ്മുടെ ഇൻസ്റ്റലേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പോൾ അവർ ചോദിച്ചത് നമ്മുടെ സിസ്റ്റം റീബൂട്ട് ചെയ്തിട്ടെന്നാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ആയതിനു ശേഷം ഇങ്ങനെ ഒരു സ്ക്രീനാക്കി വരാം. അപ്പോൾ ഇവിടെ ഓപ്പൺ മീഡിയ വോൾട്ട് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കണമുണ്ടോ, അവിടെ യൂസർ ID ആയിട്ട് അഡ്മിനും പാസ്വേഡ് ആയിട്ട് ഓപ്പൺ മീഡിയ വോൾട്ടും കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർവർ കോൺഫിഗർ ചെയ്യാനുള്ള IP അഡ്രസ്സ് കാണിക്കും. അത് നിങ്ങൾ ഏതെങ്കിലും വേറൊരു കമ്പ്യൂട്ടറിൽ വന്ന് ഒരു IP അഡ്രസ്സ് നമ്മൾ അടിച്ചു കൊടുക്കാം. ആ IP അഡ്രസ്സ് നമ്മുടെ വെബ് ബ്രൗസർ അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു വെബ് പേജാണ് ഓപ്പൺ ആയി വരിക. ഇവിടെയും യൂസർ ID ആയിട്ട് അഡ്മിനും പാസ്വേഡ് ആയിട്ട് ഓപ്പൺ മീഡിയ വോളറ്റും. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ സെർവറിൻ്റെ സകല കോൺഫിഗറേഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെർവറിൻ്റെ കുറച്ച് സർവീസസ് എനേബിൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ FTP SMB സർവീസസ് എനേബിൾ ചെയ്യണം. അതിന് വേണ്ടി അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ 500 GB ഹാർഡ് ഡിസ്കിനൂടെ അറ്റാച്ച് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ സ്റ്റോറേജിൽ ഡിസ്കിൽ വരാം, അതിൽ ഡിസ്ക്സ് എടുത്ത് ഓക്കെ നമ്മൾ 2 ഡ്രൈവ് ഇവിടെ സെലക്ട് മീൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് 465 GB ഡ്രൈവാണ്. ദെൻ നമ്മൾ അതിൽ നിന്ന് റേസ് ചെയ്തിടാം.
മീൻസ് നമ്മുടെ ഡാറ്റ വൈപ്പ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ ഈ ആ ഹാർഡ് ഡിസ്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എൻ്റെ ഹാർഡ് ഡിസ്കിനെ വൈപ്പ് ചെയ്യാൻ പോകണം. ദെൻ ക്ലിക്ക് ഓൺ യെസ്. ഓക്കെ, നമ്മുടെ ഡ്രൈവ് ഇവിടെ ഫോർമാറ്റ് ആയിട്ട് നമുക്ക് ഇന്ന് ക്ലോസ് ചെയ്യാം. ദെൻ നമുക്ക് പോകേണ്ടത് ഫയൽ സിസ്റ്റത്തിലാണ്. അതിൽ ഈ പ്ലസ് ബട്ടൺ അമർത്തി നമ്മുടെ ഫയൽ സിസ്റ്റം സെലക്ട് ചെയ്യാം. ഞാൻ മെയിൻലി പറയുകയാണെങ്കിൽ നിങ്ങൾ ext4 സെലക്ട് ചെയ്യുക. കാരണം ext4 നമുക്ക് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും നമുക്ക് കേപ്പബിൾ ആയിരിക്കും നമ്മുടെ ഫയൽസ് ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് അതായിരിക്കും കോൺഫിഗർ ചെയ്യാൻ. സോ ഐ സെലക്ട് ext4. നമ്മുടെ ഹാർഡ് ഡിസ്ക് വൈപ്പ് ഔട്ട് ചെയ്ത ഹാർഡ് ഡിസ്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ സേവ്. ഈ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡ് അനുസരിച്ചിരിക്കും, പിന്നെ നമ്മുടെ സിസ്റ്റത്തിന് പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഓക്കെ, നമ്മുടെ ഫയൽ സിസ്റ്റം സക്സസ്ഫുള്ളി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ext4ൻ്റെ. ദെൻ ഇതിനെ ക്ലോസ് ചെയ്ത് ദെൻ നമ്മുടെ ഫയൽ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ദെൻ സേവ് ഇറ്റ്. ഓക്കെ, നമ്മുടെ ext4ൻ്റെ ഫയൽ സിസ്റ്റം ഇവിടെ ഓൺലൈൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക, യെസ് കൊടുക്കുക. അടുത്തത് പോകേണ്ടത് നമുക്ക് ഷെയർ ഫോൾഡറിലാണ്. എന്ന് പറഞ്ഞാൽ വിൻഡോസിൻ്റെ SMB സർവീസൊക്കെ എനേബിൾ ചെയ്യാനുള്ളതാണിത്. FTPയും നമ്മൾ പ്ലസ് ബട്ടൺ അമർത്തി നമ്മളിവിടെ നെയിം ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ സെർവറിന് വേണ്ടിയുള്ളത്, നമ്മുടെ സെർവർ ആക്സസ് ചെയ്യാനുള്ള ഒരു നെയിം. ഇപ്പം ഞാൻ ഇവിടെ സെർവറിന് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ഫയൽ സിസ്റ്റം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് everyone റീഡ് ആൻഡ് റൈറ്റ് കൊടുക്കുക. ദെൻ സേവ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ സർവീസ് ഇവിടെ ഒരെണ്ണം എനേബിൾ ആയിട്ടുണ്ട്. ദെൻ സേവ് ഇറ്റ്. ഓക്കെ, നമ്മുടെ ഷെയർ ഫോൾഡർ ഇവിടെ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി പോകേണ്ടത് നമ്മുടെ സർവീസസിലാണ് കേട്ടോ. സർവീസസിൽ ഇവിടെ കുറച്ച് സർവീസ് ഇവർ തന്നിട്ടുണ്ട്. NFS ഉണ്ട്, റീസിംഗ് ഉണ്ട്, SMB. നമുക്ക് SMB ആണ് വേണ്ടത്. സോ ക്ലിക്ക് ഓൺ SMB ആൻഡ് ഓക്കെ, ഫസ്റ്റ് നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിൽ ഇതിനെ എനേബിൾ ചെയ്യുക. വർക്ക് ഗ്രൂപ്പ് തന്നെ ഇടാം പേര്. ദെൻ ലോഗ് യൂസേഴ്സിൽ നമ്മളൊന്നും ചേഞ്ച് ചെയ്യണ്ട. ഓക്കെ, ജസ്റ്റ് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പോകേണ്ടത് നമ്മൾ SMBയിൽ ഷെയർസ്. അതിൽ ഈ പ്ലസ് ബട്ടൺ അമർത്തി നമ്മുടെ ക്രിയേറ്റ് ചെയ്ത സെർവറിൻ്റെ ഫോൾഡർ ഉണ്ടോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടെ പബ്ലിക്കിൽ ഗസ്റ്റ് അലൗഡ് ആക്കിയിടാം. ദെൻ സിംപ്ലി സേവ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ SMB സർവീസ് ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ടിക്ക് മാർക്ക് കൂടി കൊടുത്തിടുക. നമ്മുടെ സെർവറിൻ്റെ കോൺഫിഗറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സെർവർ നമ്മുടെ സിസ്റ്റങ്ങൾ എടുത്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇപ്പോൾ നിങ്ങളുടെ വിൻഡോസ് ആണെങ്കിൽ നിങ്ങളുടെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യാം. അതിലിപ്പോൾ ലൈക്ക് നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓപ്പൺ മീഡിയ വാളറ്റ് ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവർ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ SMB സെർവറിൻ്റെ ഫയൽ ഓപ്പണായി. ഇപ്പോൾ ഞാൻ അതിലൊരു ജസ്റ്റ് ISO ഇമേജ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വിൻഡോസിനാണ് ഓപ്പൺ ചെയ്തത്. നമുക്ക് ലിനക്സും ദെൻ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിനും കൂടി ജസ്റ്റ് നോക്കാം നമ്മുടെ സെർവർ അതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ. നമ്മുടെ സെർവറിനെ നമ്മുടെ ഫോണിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫയൽ മാനേജർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. മീൻസ് നമ്മുടെ ഷൗമിയുടെ മറ്റ് ഫയൽ മാനേജേഴ്സിലും നമ്മുടെ FTP അല്ലെങ്കിൽ SMB സർവീസസ് ഉള്ളൊരു ഫയൽ മാനേജേഴ്സ് ഇല്ല. സോ ഞാൻ പണ്ട് ഉപയോഗിക്കുന്ന ഫയൽ മാനേജറാണ് CX ഫയൽ മാനേജർ. സോ നമുക്ക് ഓപ്പൺ ചെയ്ത് ഓക്കെ, അതിൽ പോകേണ്ടത് നെറ്റ്വർക്ക്, ദെൻ ന്യൂ ലൊക്കേഷൻ. അതിൽ നമ്മൾ റിമോട്ടിൽ പോവാം. അതിൽ SMB. ഇതിൽ നമ്മുടെ ഡിവൈസിൽ കൊടുത്താൽ നമ്മുടെ സെർവറിൽ കൊടുത്താൽ IP അഡ്രസ്സ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഓക്കെ, നമ്മുടെ സെർവർ എന്ന് പറയുന്ന SMB ഫയൽ ഇവിടെ ഷോ ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ ആപ്പ് വെച്ചിട്ട് നമ്മുടെ സെർവർ നമ്മുടെ ഫോണിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വിൻഡോസിൽ എങ്ങനെയാണ് നമ്മുടെ സെർവറിന് ആക്സസ് ചെയ്യുന്നത് കാണിച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ. ദെൻ ഇതിപ്പോൾ ഓടുന്നത് ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമ്മുടെ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ എൻ്റെ ഈ ലാപ്ടോപ്പിൽ ഓടുന്നത്. നമുക്കിതിലും ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം നമ്മുടെ സെർവറിലും ഓപ്പൺ ആവുന്നുണ്ടോയെന്ന്.
സോ ഞാൻ നമ്മുടെ വിൻഡോസിൽ കാണിച്ചിരുന്ന പോലെ ഫയൽ മാനേജറിൽ പോയി ദെൻ അതർ ലൊക്കേഷൻ. ഓക്കെ, നമ്മുടെ സെർവർ ഇവിടെയും ഉബണ്ടുവിലും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഇതിനെ നൈസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ആൻഡ്രോയിഡ് സപ്പോർട്ടാണ്, ലിനക്സിലുണ്ട്, ദെൻ വിൻഡോസിലുണ്ട്. സോ നിങ്ങളുടെ ഫയൽസിനെ ഒരു സെയിം നെറ്റ്വർക്കിൽ നിന്നുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്.